Good afternoon, all. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. ഇപ്പൊ നമ്മളെ മെഡിക്കൽ റെക്കോർഡാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെ? എല്ലാവരും വായിച്ച് പോകുന്നുണ്ടാവും. എന്തായാലും നമ്മള് എവിടെ വരെ എടുത്ത് നിർത്തിയത്? കറസ്പോണ്ടൻസ് വരെയല്ലേ? Yes, ma'am. Correspondence വരെ. നിങ്ങൾ വായിച്ചു നോക്കി കാണും അല്ലെ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? No, ma'am. വായിച്ചു നോക്കി പോവാൻ ശ്രമിക്കുക. നമുക്കിപ്പോ കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ഇൻവെസ്റ്റിഗേഷൻസ്. അപ്പൊ നമ്മൾ മെഡിക്കൽ റെക്കോർഡില് പല പല കാര്യങ്ങളും അവിടെ വേണമെന്നുള്ളതാണ്. നമുക്കറിയാം ഹിസ്റ്ററി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ റെഫർ ചെയ്യാനൊക്കെ ആയിട്ട് ഏതെങ്കിലും ടൈമിലൊക്കെ ആവശ്യം വരുമ്പോൾ അവിടെ റെക്കോർഡ് അല്ലെ, റെക്കോർഡ് എടുത്തിട്ടാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അവിടെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അവിടെ അതിനനുസരിച്ചിട്ട് തന്നെ ക്രിയേറ്റ് അല്ലെ, സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഇനി നെക്സ്റ്റ് വരുന്നത് ഇൻവെസ്റ്റിഗേഷൻസിനെ സംബന്ധിച്ച കാര്യങ്ങളാണ്. നമ്മൾ കാർഡുകളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കറസ്പോണ്ടൻസിൽ നമ്മൾ കണ്ടു. ഇനി ഇൻവെസ്റ്റിഗേഷൻ അല്ലെ, പരിശോധനയുമായി ബന്ധപ്പെട്ട് വരുന്ന പല കാര്യങ്ങൾ അല്ലെ. അപ്പൊ നമ്മൾക്ക് ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും അല്ലെ, ഒരു ECGയുടെ എന്തെങ്കിലും ഒരു എടുക്കണം എന്ന് തോന്നുകയാണ് ഒരു പേഷ്യന്റിന്റെ കേസ്. ചിലപ്പോ ഓരോ വർഷങ്ങൾക്ക് ശേഷം എന്തെങ്കിലും കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോഴായിരിക്കും അത് എടുക്കണം എന്നുള്ളത് വരിക. അപ്പൊ ആ ഒരു ഡേറ്റില് ഇന്ന സമയത്തൊക്കെ എന്തെങ്കിലും സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ വ്യക്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഇൻവെസ്റ്റിഗേഷന്റെ ആ ഒരു അണ്ടറിൽ അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് അവിടെ കളക്ട് ചെയ്ത് വച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷനിൽ എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണെന്ന് നോക്കാം. കണ്ടെയ്ൻസ് ലബോറട്ടറി മോൺ ഷീറ്റ്സ് in which all laboratory reports are arranged in a chronological order. അതായത് നമുക്കറിയാം അല്ലെ, കാലാനുസൃതമായിട്ടുള്ള ഓർഡറിൽ തന്നെ എല്ലാ തരത്തിലുള്ള ലബോറട്ടറി റിപ്പോർട്ട്സ്. ലാബിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുക? എന്തൊക്കെ കാര്യങ്ങളാണ് ലാബിൽ നടത്തുക? എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ നടത്തില്ലേ? ഇല്ലേ? ഓക്കെ. അപ്പൊ ടെസ്റ്റുകളുടെ റിപ്പോർട്ടുകളൊക്കെ അവിടെ അങ്ങനെ എന്താണ് ഓരോ ഇയറിന്റെ അനുസരിച്ചിട്ട് ഓരോ ദിവസത്തെയും അല്ലെ, നമുക്കറിയാം സമയക്രമവും ദിവസക്രമവും ഒക്കെ അനുസരിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് തന്നെ അവിടെ സൂക്ഷിക്കേണ്ടതാണ്. Then X-ray mount sheets with all radiology reports mounted in chronological order, ECG, EEG and ultrasound examinations forms and any other diagnostic investigation reports which are kept in the following order. അപ്പൊ നമുക്കറിയാം ഇതെല്ലാം രോഗനിർണയത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ. എക്സ്റേ എടുക്കുന്നതും EEG എടുക്കുന്നതും മറ്റെല്ലാം അല്ലെ, നമുക്ക് എന്തെങ്കിലും ഒരു ഡയഗ്നോസ്റ്റിക് എന്തെങ്കിലും രോഗം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ നടത്തുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ടെസ്റ്റിങ്ങും കാര്യങ്ങളും മാത്രമല്ല, ഇത്തരത്തിലുള്ള റേഡിയോളജി വിഭാഗത്തിൻ്റെതായിട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ ഇൻവെസ്റ്റിഗേഷൻസ് എന്നുള്ള ആ ഒരു അണ്ടറിൽ തന്നെ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. ഇനി അതിന് ഒരു ഓർഡറും കൂടി പറയുന്നുണ്ട്. ലാബിന്റെ എല്ലാ ടെസ്റ്റ് റിപ്പോർട്ടുകളും, then എക്സ്റേസുകള്, then ECG, EEG, അൾട്രാസൗണ്ട് ആൻഡ് അതേഴ്സ്, അങ്ങനെയാണ് അതിന്റെ ഓർഡറുകൾ സൂക്ഷിച്ചു വെക്കണമെന്ന് പറയുന്നത്. അപ്പൊ ഇന്ന ദിവസത്തില് ലാബിന്റെയും അല്ലെ അതിന്റെ അതിന് ശേഷമുള്ള എക്സ്റേകളും ECGകളും EEGയും അൾട്രാസൗണ്ട് റിപ്പോർട്ടുകളും then അടുത്ത ദിവസത്തെ അങ്ങനെ എന്താണ് അതിന്റെ റെക്കോർഡുകളെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. ഇൻവെസ്റ്റിഗേഷൻസ് മനസ്സിലായോ? ക്ലിയർ ആയോ എന്താന്നുള്ളത്? ഇല്ലേ? ഓക്കെ. ഞാൻ ഇനിയൊന്നും ഫുൾ ഫോം ഒന്നും പറയേണ്ടതില്ലല്ലോ, നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? ഇത് നമുക്ക് നമുക്ക് നോക്കാം. സമയം വെറുതെ കളയേണ്ടതില്ല, നമ്മളെല്ലാം കഴിഞ്ഞേക്കാണ് അല്ലെ. നെക്സ്റ്റ് നോക്കുക, ഇൻപേഷ്യന്റ്. ഇനി നമുക്ക് ഇൻപേഷ്യന്റ് എന്ന് പറയുമ്പോൾ ആരാണ് ഇൻപേഷ്യന്റ്? ഇൻപേഷ്യന്റ് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. അഡ്മിഷന് വരുന്നത്. ഓക്കെ. അപ്പൊ അഡ്മിഷന് വരുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, അഡ്മിഷൻ വരുന്ന പേഷ്യന്റ് ആണെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ
എന്താണ് അവരുടെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. ചില ഫോമുകൾക്ക് പല കോപ്പികളായിട്ട് കളക്ട് ചെയ്തിട്ടാണ് അവര് ഒരു കോപ്പി അവിടെ വെക്കും, ഒരു കോപ്പി ഇങ്ങോട്ട് വെക്കും, അല്ലെ? അങ്ങനെയൊക്കെയാണ്. അപ്പൊ അഡ്മിഷൻ പേഷ്യന്റ് ആണ് എങ്കിൽ എന്താണ്, അഡ്മിഷന് വന്ന പേഷ്യന്റിന്റെ എല്ലാ ഡീറ്റെയിൽസും അവരോടൊപ്പം ഉണ്ടായിരിക്കണം, അല്ലെ? അപ്പൊ അഡ്മിഷന് തുടങ്ങി അവരെ ഡിസ്ചാർജ് ചെയ്ത് പറഞ്ഞയക്കുന്നതും വരെയുള്ള കാര്യങ്ങളൊക്കെ അതില് കറക്റ്റ് ആയിട്ട് അവിടെ ഉണ്ടായിരിക്കണം. അതിൽ എന്തെങ്കിലും ചിലപ്പോഴെങ്കിൽ എന്താണ് എന്തെങ്കിലും റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ അതെല്ലാം തന്നെ ഓർഡർ ആയിട്ട് തന്നെ അവിടെ കീപ്പ് ചെയ്യണമെന്നുള്ളതാണ്. നോക്കാം, കണ്ടെയ്ൻ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് ഷീറ്റ്സ്, ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ട്സ്, പ്രോഗ്രസ് നോട്ട്സ്, ഫിസിഷ്യൻസ് ഓർഡേഴ്സ്, അനസ്തീഷ്യ റിപ്പോർട്ട്സ്, ഓപ്പറേഷൻ റിപ്പോർട്ട് ഫോംസ്, recovery records, labor records, diabetes records, then resuscitation records, then our ICH allo ICU records. ICU records, growth chart records. അങ്ങനെ കുറച്ച് കൂടുതൽ ഇങ്ങനെ പോകുന്നുണ്ടല്ലോ. നമുക്ക് അറിയാം പേഷ്യന്റിനെ ചിലരെ കൊണ്ടുവന്ന് എന്താണ് ചില ഡോക്ടറിന്റെ എക്സാമിനേഷനൊക്കെ കഴിഞ്ഞ് കുറച്ച് മെഡിസിൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ രോഗം മാറി പറഞ്ഞേക്കും. ചില പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുമ്പോഴെന്താണ് ചില കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അല്ലെ അവർക്ക് ചിലപ്പോൾ ഓപ്പറേഷൻ നടത്തേണ്ടതുണ്ടാവും. ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളല്ലേ ഡയഗ്നോസ്റ്റിക്കുമായ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തേണ്ടതുണ്ടാവും. അതിനുശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ നടത്തണം. ഇപ്പൊ ഇൻ കേസ് ഓപ്പറേഷൻ നടത്തുകയാണെങ്കിൽ നമുക്കറിയാം ഓപ്പറേഷന് മുമ്പുള്ള ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെ? ആ അനസ്തേഷ്യ കൊടുക്കുന്നതുമായ റെക്കോർഡ്സുകളുണ്ട്. ഓപ്പറേഷൻ റൂമിലുള്ള കാര്യങ്ങളുണ്ട്, ഓപ്പറേഷന് ശേഷം ഒബ്സർവേഷൻ റൂമിലുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ വ്യത്യസ്ത കാര്യങ്ങളെല്ലാം കടമ്പകളെല്ലാം കഴിഞ്ഞിട്ടാണ് അവരെ ഡിസ്ചാർജ് ചെയ്ത് പറഞ്ഞയക്കുന്നത്. ശരിയാണോ? ഞാൻ പറയുന്നതൊക്കെ ശരിയല്ലേ? അങ്ങനെയല്ലേ നമ്മൾ അഡ്മിഷന് വരുമ്പോഴ് ചിലർക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അല്ലെ? ചിലർക്ക് ഓപ്പറേഷനൊക്കെ നടത്തേണ്ട വരും, ചിലർക്ക് ചില ഡയഗ്നോസ്റ്റിക് കാര്യങ്ങൾ ഏതെങ്കിലും ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തേണ്ടതായിട്ട് വരും. അപ്പൊ ഓരോരുത്തരുടെയും രീതി അനുസരിച്ചിട്ട് അവരുടെ റെക്കോർഡിന്റെ അളവുകൾ അല്ലെ എണ്ണങ്ങൾക്കൊക്കെ കൂടുതലായിരിക്കും. അപ്പൊ ഓരോരുത്തർക്കും ഉണ്ട്, അല്ലെ? ചിലർക്കൊന്നും സംഭവിച്ചൊന്നും വരില്ല. അപ്പൊ ഇത്തരത്തിലുള്ള റെക്കോർഡ്സ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ആ രോഗത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഡയബറ്റീസ് പേഷ്യൻസിന് മാത്രമേ ഡയബറ്റീസിന്റെ റെക്കോർഡ്സ് ഉണ്ടാവുള്ളൂ, അല്ലെ? ഉണ്ടാവുള്ളൂ. ഇവിടെ ഡയബറ്റീസ് റെക്കോർഡ്സ് പറയുന്നുണ്ട്, ആണോ? ശരിയല്ലേ? ഓക്കെ. അപ്പൊ ഡയബറ്റീസ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് തന്നെ ആവാട്ടോ, കാരണം ഒന്നാമത്തെ ലാസ്റ്റ് അവർ ആണ്. അപ്പൊ എല്ലാവരും എന്താ പറയാ മടിയായിട്ട് ഇരിക്കുന്ന അവസ്ഥയായിരിക്കും. അപ്പൊ ഒന്ന് ഇങ്ങോട്ടേക്കും കൂടി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്യാച്ച് ചെയ്ത് പോവാം, ക്ലാസ്സിൽ തന്നെ ഇരുന്ന് പഠിച്ചു പോവാം. അപ്പൊ ഇതിലെന്താ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ ഓരോ വ്യത്യസ്ത അഡ്മിഷനുള്ള പേഷ്യന്റിന് ആ അഡ്മിഷന്റെ അനുസരിച്ചിട്ടുള്ള റെക്കോർഡ് സംഭവങ്ങൾ മാത്രമാണ് അവിടെ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. വ്യത്യസ്ത തരത്തിലുള്ള റെക്കോർഡുകൾ ഉണ്ടാവും, അത് വ്യത്യസ്ത തരത്തിലുള്ള പേഷ്യൻസ് ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ വ്യത്യസ്ത റെക്കോർഡുകളുടെ കാര്യങ്ങൾ എടുത്ത് പറയുന്നത്. ഓക്കെ, അതിൽ എന്തൊക്കെ ഉൾപ്പെടാം? സാധാരണ എന്തായാലും അഡ്മിഷൻ എന്തായാലും മസ്റ്റ് ആയിട്ടും ഉണ്ടായിരിക്കണം, അല്ലെ? അഡ്മിഷൻ റെക്കോർഡ് അവിടെ ഓൾറെഡി ഉണ്ടാവും. അതേമാതിരി തന്നെ ഇൻപേഷ്യന്റ് ആയതുകൊണ്ട് ഡിസ്ചാർജ് സമ്മറി അല്ലെ ഡിസ്ചാർജുമായിട്ടുള്ള ബന്ധപ്പെട്ട റിപ്പോർട്ടും ഉണ്ട്. ദെൻ എന്താണ് മറ്റെന്തെങ്കിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേഷ്യന്റിനെ ആശ്രയിച്ചിരിക്കും. അതായത് ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ എക്സാമിനേഷൻ എന്തായാലും ഉണ്ടാവും. ദെൻ എന്താണ് പ്രോഗ്രസ് നോട്ട്സ്. നമുക്കറിയാം ഒരു ദിവസം ഇന്ന മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം ബെറ്റർ ആയി എന്നുള്ള പ്രോഗ്രസ് നോട്ട്സും എല്ലാവർക്കും ഉണ്ടാവും. ഫിസിഷ്യൻസ് ഓർഡേഴ്സ്, ഫിസിഷ്യൻ ഇന്ന മരുന്ന് കൊടുക്കണം അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള പ്രത്യേക ഓർഡറും ഉണ്ടാവും, അല്ലെ? അതിന്റെയൊക്കെ റെക്കോർഡ്സ് തീർച്ചയായിട്ടും അവിടെ കെപ്റ്റ് ചെയ്യേണ്ടതാണ്. ഇൻ കേസ് ഓപ്പറേഷൻ ഉള്ള വ്യക്തികളാണെങ്കിൽ എന്താണ് അവർക്ക് അനസ്തേഷ്യ റെക്കോർഡ്സ് ഉണ്ടാവും, ഓപ്പറേഷൻ റിപ്പോർട്ട് ഉണ്ടാവും, റിപ്പോർട്ട് ഫോമുകൾ ഉണ്ടാവും, അതൊക്കെ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. ദെൻ റിക്കവറി റെക്കോർഡ്സ്. നമുക്കറിയാം ഈ ഫോമൊക്കെ ഫില്ലപ്പ് ചെയ്ത് കൺസെന്റിന്റെ ഒക്കെ ഒപ്പ് മേടിച്ചിട്ടാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുന്നത്, അല്ലെ? എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചെടുത്ത് നോക്കുമ്പോൾ കൺസെന്റിന്റെ സൈൻ ഒക്കെ ഉണ്ടോ എന്ന് മസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യില്ലേ? എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നമ്മൾ ഈ റെക്കോർഡുകളൊക്കെ കീപ്പ് ചെയ്യും. അപ്പൊ അവിടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പേഷ്യന്റിന് ഓപ്പറേഷൻസ് ഉണ്ടെങ്കിൽ ആ ഫോം മേടിച്ചോ ഉണ്ട്, ഫോം ഉണ്ട്, ഫോമിന്റെ ഫോട്ടോസ്റ്റാറ്റ് ഉണ്ട്, അതിൽ സൈൻ ചെയ്ത കോപ്പി ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കി എടുക്കാനൊക്കെ സാധിക്കും. ഇവിടെ ഫോട്ടോസ്റ്റാറ്റ് അല്ല, ഒറിജിനൽ ഇത് തന്നെയായിരിക്കും. എന്താണ് അതിൻ്റെതായിട്ടുള്ള ചില എക്സ്റേ റിപ്പോർട്ടുകളൊക്കെ ആയിരിക്കും ചിലപ്പോണെങ്കിൽ അത് മെയിൻ ആയിട്ടുള്ളത് ചിലപ്പോൾ ആ ഒരു ലാബിൽ തന്നെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ടാവും. അല്ലാത്തതൊക്കെ ആയിരിക്കും ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വരുന്നത്. അപ്പൊ എന്തായാലും എന്താണ് ഈ പേഷ്യന്റുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളത്.
ലേബർ റെക്കോർഡ്സ് ആണെങ്കിൽ നമുക്കറിയാം, ലേബർ റൂമിലുള്ള പേഷ്യന്റ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റെക്കോർഡ്സ്, ഡയബറ്റീസ് റെക്കോർഡ്സ്, പിന്നെ എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും പെട്ടെന്ന് വ്യക്തിക്ക് എന്തെങ്കിലും അല്ലെ ശ്വാസതടസ്സമൊക്കെ ഉൾപ്പെടുത്തി നഷ്ടപ്പെട്ട് പോകേണ്ട അവസ്ഥ വന്നപ്പോ എന്താണ് ഡിഫിബ്രിലേറ്റർ പോലെയുള്ള മെഷീനൊക്കെ ഉപയോഗിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അതാണ് റെസിസിറ്റേഷൻ എന്ന് പറയുന്നത് അല്ലെ, പുനരുജ്ജീവനവുമായി ബന്ധപ്പെട്ട റെക്കോർഡ്സ്. അങ്ങനെയുള്ള ഒരു മെഷീന്റെ ഒക്കെ സഹായം അവിടെ ഉപയോഗിച്ചു എന്നുള്ളതൊക്കെ കാണിക്കാനൊക്കെ ആയിട്ടുള്ള രേഖകൾ അവിടെ ഉണ്ടായിരിക്കണം. then ICU റെക്കോർഡ്സ്, ICU എന്ന് പറയുന്നത് ICU പേഷ്യന്റ് ആയിട്ട് വരുന്ന അവസ്ഥയിലാണ് വ്യക്തി വന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റെക്കോർഡ്സ്. then ഗ്രോത്ത് ചാർട്ട് റെക്കോർഡ്, അദ്ദേഹത്തിന്റെ അസുഖത്തിന്റെ ആ ഒരു പോക്ക് അല്ലെ, അസുഖം മാറുന്നതാണോ അല്ലയോ എന്നുള്ള ഒരു ഗ്രോത്ത് ചാർട്ട് റെക്കോർഡ്സ്. then പാരാമെഡിക്കൽ സർവീസ് റെക്കോർഡ്സ്, ചിലപ്പോ ചില പേഷ്യൻസിന് എപ്പോഴും ഇവരുടെയൊക്കെ സേവനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവരൊക്കെ മോണിറ്റർ ചെയ്തിട്ടാണ് ഈ വ്യക്തിയുടെ അസുഖം ഇങ്ങനെ റൺ ചെയ്ത് പോകുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള റെക്കോർഡ്സുകൾ. നേഴ്സ് നോട്ട്സ് ആൻഡ് ഒബ്സർവേഷൻ ചാർട്ട്, നേഴ്സുമാരുടെ അല്ലെ അവരുടെ രോഗവുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട നോട്ടുകൾ, ദെൻ ഒബ്സർവേഷൻ ചാർട്ടുകൾ, നിരീക്ഷണത്തിനുമായി ബന്ധപ്പെട്ട ചാർട്ടുകൾ. ദെൻ മെഡിക്കേഷൻ റെക്കോർഡ്സ് എന്ന് വെച്ചാൽ മെഡിസിൻ എന്തൊക്കെ ഉപയോഗിച്ചു എന്നുള്ളതുമായി ബന്ധപ്പെട്ട റെക്കോർഡ്സ്. ഫ്ലൂയിഡ് ബാലൻസ് ചാർട്ട്സ്, അതായത് എന്തൊക്കെ ഫ്ലൂയിഡ്സുകളൊക്കെയാണ് ഇവരുടെ ആരോഗ്യം നിലനിർത്തി കൊണ്ടുപോകാൻ കൊടുത്തത്. പിന്നെ ഇൻടേക്ക്, ഔട്ട്പുട്ട് ആൻഡ് വൈറ്റൽ, അതായത് നമ്മളെ ഇപ്പൊ ജ്യൂസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കടന്നു അല്ലെ, അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ള പേഷ്യൻസ് ഒക്കെയാണ് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇന്ന ദിവസങ്ങൾ ഇത്രയും കൊടുത്താണ് ഈ വ്യക്തിക്ക് ഇംപ്രൂവ്മെന്റ് വന്നത് അല്ലെ. അപ്പൊ അതുമായി ഇൻടേക്ക് ഔട്ട്പുട്ട്, അതായത് കൊടുത്ത അളവുകളൊക്കെ ഉള്ള ആ ഒരു ചാർട്ട്. വൈറ്റൽ സൈൻ റെക്കോർഡ്സ്, നമുക്കറിയാം പ്രധാനമായിട്ടും മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്ന രേഖകൾ, ഓരോ ദിവസത്തേക്ക് രേഖകൾ. അതിന്റെ ഡിസ്ചാർജ് സമ്മറീസ്, അവസാനം ഈ രോഗമൊക്കെ ഭേദമായിട്ട് ഡിസ്ചാർജിൽ കാണിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും. with the most remote admission field on the bottom and the most recent admission field on the top. അതായത് നമുക്കറിയാം ഏറ്റവും ആദ്യം വന്നത് അല്ലെ, ഏറ്റവും അടിയിലും അതേമാതിരി തന്നെ ഏറ്റവും അവസാനം കിടന്ന റിപ്പോർട്ടുകളൊക്കെ ഏറ്റവും മേലെയായിട്ടുമാണ് ഇൻപേഷ്യന്റിന്റെ ആ ഒരു റെക്കോർഡ് സൂക്ഷിച്ചു വെക്കുന്നത്. ക്ലിയർ ആയോ ഇൻപേഷ്യന്റിന്റെ കാര്യത്തില്? ക്ലിയർ ആയോ? ഇൻപേഷ്യന്റിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് റെക്കോർഡ് സൂക്ഷിക്കണേ എന്നുള്ള കാര്യം മനസ്സിലായോ? റെസ്പോണ്ട് ഇല്ല. ഓക്കെ, അപ്പൊ അതായത് ഓരോ പേഷ്യന്റിന്റെ റെക്കോർഡ് നമ്മൾ സൂക്ഷിച്ചു വെക്കണം. അത് ഏത് തന്നെയാണ് സൂക്ഷിച്ചു വെക്കേണ്ടത്, അതില് എന്തൊക്കെ അടങ്ങിയിരിക്കണം എന്നുള്ളതാണ്. പേഷ്യന്റിന്റെ വ്യത്യസ്ത അനുസരിച്ചിട്ട് വ്യത്യസ്തമായിട്ടുള്ള റെക്കോർഡുകളായിരിക്കും അവിടെ സൂക്ഷിച്ചു വെക്കേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രപ്പെടുത്ത് അങ്ങനെ ഇമ്പോർട്ടന്റ് ഒന്നും ഇല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൽ അത്ര പ്രത്യേകിച്ചൊന്നും എടുത്ത് പറയുന്നൊന്നുമില്ല. നിങ്ങൾ അത്രയും മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഇൻപേഷ്യന്റ് ആവുമ്പോൾ അവർക്ക് റെക്കോർഡിക്കലി എന്താണ് അവരെ അഡ്മിഷൻ തുടങ്ങി അവരെ ഡിസ്ചാർജ് ചെയ്യുന്ന വരെയുള്ള കാര്യങ്ങളെല്ലാം അവര് റെക്കോർഡിക്കലി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. അത് ഇങ്ങനെ കറക്റ്റ് കാര്യങ്ങളല്ല, അതായത് ആ പേഷ്യന്റിന്റെ നേച്ചർ അനുസരിച്ചിട്ട് ആ പേഷ്യന്റിന് എന്തൊക്കെ പറഞ്ഞു അതെല്ലാം റെക്കോർഡിക്കലി അവിടെ സൂക്ഷിച്ചു വെക്കുക എന്നുള്ളത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഇതിലേക്ക് പോയിക്കോട്ടെ. ഇനിയൊരു മെത്തേഡാണ് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കുറച്ച് മെത്തേഡുകൾ നോക്കാം. ഓക്കെ, നോക്കാലോ. ഫില്ലിംഗ് മെത്തേഡ്സ് ആൻഡ് സ്റ്റോറേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. എങ്ങനെയാണ് ഈ മെത്തേഡ്, ഏത് രീതിയിലൊക്കെയാണ് ഈ മെഡിക്കൽ റെക്കോർഡ്സുകളൊക്കെ കീപ്പ് ചെയ്യുന്നത് നോക്കാം. റെക്കോർഡ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം. There are several types of numbering and filing systems. അല്ലെ, പലതരത്തിലുള്ള നമ്പറിംഗ് സിസ്റ്റംസ് ഒക്കെ ഉണ്ട്. അതിൽ കുറച്ച് എടുത്ത് പറയുകയാണ്. സീരിയൽ നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം, യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം, സ്ട്രേറ്റ് നമ്പറിംഗ് ഫയലിംഗ് സിസ്റ്റം, ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ്, മിഡ് ഡിജിറ്റ് ഫയലിംഗ്. അങ്ങനെ ഒരു 5 സിസ്റ്റമാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ നോക്കാം, സീരിയൽ നമ്പറിംഗ്. എന്താണ് സീരിയൽ നമ്പറിംഗിൽ പറയുന്നത്? In a serial numbering, the patient is given a new number for each occasion of treatment by a healthcare facility. അതായത് ഇതില് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു പേഷ്യന്റ്, ഒരു പുതിയ പേഷ്യന്റ് ആയിട്ട് വരുമ്പോൾ ഓരോ ഒക്കേഷനിലും അദ്ദേഹത്തിന് എന്താണ് ഒരു നമ്പർ ഉണ്ടാവും. ഓക്കെ, ഓരോ പ്രാവശ്യം അദ്ദേഹം വിസിറ്റ് ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് ഓരോ നമ്പർ കിട്ടുന്നു.
Okay, in serial numbering, the patient is given a new number for each occasion of a treatment by a healthcare facility. Healthcare facility നിന്ന് ഓരോ പ്രാവശ്യവും ചെക്ക് ചെയ്യാൻ അല്ലെ അദ്ദേഹം രോഗവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഓരോ നമ്പർ അദ്ദേഹത്തിന് കിട്ടുന്നു. Then 3 different numbers are allotted if a patient is registered 3 times. ഒരു എക്സാമ്പിൾ പറയാണ്, 3 പ്രാവശ്യം അദ്ദേഹം അല്ലെ നമ്പറുകൾ 3 നമ്പറുകൾ ഉണ്ടെങ്കിൽ എന്താണ് 3ഉം അദ്ദേഹത്തിന് 3 ടൈംസ് ആയിട്ട് തന്നെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. All numbers allotted to a patient are recorded in the master patient index. അതായത് പേഷ്യന്റിന്റെ രേഖയിൽ തന്നെയാണ് ഓരോന്നും തന്നെ അല്ലെ അലോട്ട് ചെയ്യുന്നത് അനുസരിച്ചിട്ട് തന്നെ അവര് കീപ്പ് ചെയ്യുക. Because a new number is provided for each occasion of service, a new medical record is also developed. ഓരോ പ്രാവശ്യവും എന്താണ് അവർക്ക് ഓരോ മെഡിക്കൽ റെക്കോർഡ് ഓപ്പൺ ചെയ്യാൻ പറ്റും. കാരണം ഓരോ ന്യൂ നമ്പറാണ് കിട്ടണേ. അപ്പൊ ഓരോ ഫയൽ എടുക്കും. ഓക്കെ, അദ്ദേഹത്തിന് ഓരോ പ്രാവശ്യം വിസിറ്റ് ചെയ്യുമ്പോഴും ഓരോ നമ്പറാണ് കിട്ടുന്നത്. അങ്ങനെ ഓരോ റെക്കോർഡ് അവര് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. The patient records are filled in as many places in the file as the number of times the patient has received care at the facility. അതായത് നമുക്കറിയാം രോഗിയുടെ രേഖകള് ഫയലില് അല്ലെ എത്ര തവണ രോഗിക്ക് പരിചരണം ലഭിച്ചു എന്നതനുസരിച്ചിട്ട് തന്നെ ഫയലിൽ അത് ഫയൽ ചെയ്യണം. എത്ര പ്രാവശ്യം ഇവര് വിസിറ്റ് ചെയ്തോ അത്രയും പ്രാവശ്യം ഫയല് അവിടെ സൂക്ഷിക്കേണ്ടതാണ് എന്നുള്ളത്. ഇതാണ് സീരിയൽ നമ്പറിംഗ് സിസ്റ്റത്തിൽ പറയുന്നത്. ഓക്കെ, ഓരോ നമ്പറിംഗ് സിസ്റ്റം ആണ്. ഇവിടുത്തെ നമ്പറിംഗ് സിസ്റ്റം എന്നനുസരിച്ചിട്ട് എന്താ ഒരു പ്രാവശ്യം അല്ലേ നമ്മള് ഇപ്പൊ അങ്ങനെയാണോ? ആണോ? ഇവിടെ പറഞ്ഞ മാതിരിയാണോ? ഇവിടെ സീരിയൽ നമ്പർ സിസ്റ്റം ആണ് പറഞ്ഞത്. അതായത് ഒരു പ്രാവശ്യം ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഒരു നമ്പർ കിട്ടുന്നു, ഒരു ചാർട്ട് ഉണ്ടാക്കുന്നു. ഇതിന് അടുത്ത പ്രാവശ്യം ഡോക്ടറെ കാണാനായിട്ട് അവിടെ തന്നെ പോവുകയാണ്, പക്ഷെ അടുത്ത നമ്പർ കിട്ടുന്നു, അടുത്ത ചാർട്ട് ഉണ്ടാക്കുന്നു. അങ്ങനെയാണ് ആ സീരിയൽ നമ്പർ സിസ്റ്റത്തിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? സീരിയൽ നമ്പർ സിസ്റ്റം ഏത് രീതിയിലാണെന്നുള്ളത്? ഓക്കെ, സീരിയൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ഓരോ പ്രാവശ്യം കാണുമ്പോഴും ഓരോ നമ്പർ കിട്ടുന്നു, ഓരോ പ്രാവശ്യം ചാർട്ടുകൾ എടുക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്പർ സിസ്റ്റം നോക്കാം. അടുത്ത ഓരോ നമ്പർ സിസ്റ്റം നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഏകദേശം ഒരു രൂപരേഖയ്ക്ക് കിട്ടും. യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ്. യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗിൽ നോക്കാം. Here the patient is allocated a number on the first admission or a visit, which is retained for all subsequent admission and treatment. അതായത് ഒരു പ്രാവശ്യം അവർക്ക് നമ്പർ കിട്ടുന്നു. ഒരു പ്രാവശ്യം പേഷ്യന്റ് ഡോക്ടറെ കാണാൻ വരുമ്പോൾ അഡ്മിഷന്റെ സമയത്ത് ഒരു നമ്പർ കിട്ടുന്നു. Then or visit which is retained for all subsequent admission and treatment. അതായത് വീണ്ടും അത് നിലനിർത്തുകയാണ് ആ നമ്പർ. എന്താണ് അടുത്ത അഡ്മിഷന് സമയത്തൊക്കെ വരുമ്പോഴും ആ നമ്പർ തന്നെയാണ് അവിടെ നിലനിർത്തുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റില് നമ്മൾ പറയുന്നത് ഒരു നമ്പർ കിട്ടുന്നു, അവിടെ ചാർട്ട് എടുക്കുന്നു, അടുത്ത നമ്പർ കിട്ടുന്നു, അടുത്ത ചാർട്ട്. ഇവിടെ അങ്ങനെയല്ല. എന്താണ് ഇവിടെ ഒരു പ്രാവശ്യം അഡ്മിഷന് വരുമ്പോൾ കിട്ടുന്ന നമ്പർ, ആ നമ്പർ തന്നെയാണ് ഇവിടെ റീറ്റെയിൻഡ്, അവിടെ നിലനിർത്തുകയാണ് അടുത്തുള്ള എല്ലാ അഡ്മിഷന്റെ സമയത്തും. ഓക്കെ, നോക്കാം. യൂണിറ്റ് സെക്കൻഡ് പോയിന്റ് നോക്കാം. യൂണിറ്റ് നമ്പറിംഗ് പ്രൊവൈഡ്സ് എ സിംഗിൾ റെക്കോർഡ് വിച്ച് ഈസ് കോമ്പോസിറ്റ് ഓഫ് ഓൾ ഡാറ്റ ഗാതേർഡ് ഓൺ ഗിവൺ പേഷ്യന്റ് regardless of the number or type of service provided. അതായത് നമ്മൾ ഏത് പ്രാവശ്യം ഏത് സർവീസുകൾ നമ്മൾ കൊടുത്താലും അതേമാതിരി തന്നെ എന്തെങ്കിലും അല്ലെ ഏതെങ്കിലും പ്രാവശ്യം നൽകിയിട്ടുള്ള എല്ലാ സേവനങ്ങളും എത്ര പ്രാവശ്യം വന്ന് അദ്ദേഹത്തിന് കണ്ടാലും അദ്ദേഹത്തിന് എന്താണ് സിംഗിൾ റെക്കോർഡേ ഉള്ളൂ. അതായത് ഒരു നമ്പർ തന്നെ ഉള്ളൂ. യൂണിറ്റ് നമ്പറിംഗ് പ്രൊവൈഡ്സ് എ സിംഗിൾ റെക്കോർഡ് which is a composite of all data gathered on a given patient. പേഷ്യന്റിന് കൊടുത്തിരിക്കുന്ന എല്ലാ ഡാറ്റകളും ശേഖരിക്കാനായിട്ട് ഒരു നമ്പറേ ഉള്ളൂ, ഒരു സിംഗിൾ റെക്കോർഡേ ഉള്ളൂ. എന്താണ് റിഗാർഡ്ലെസ് ഓഫ് നമ്പർ ഓർ ടൈപ്പ് ഓഫ് സർവീസ് പ്രൊവൈഡ്, എത്രമാത്രം സർവീസ് അവർക്ക് പ്രൊവൈഡ് ചെയ്താലും അവർക്ക് എന്താണുള്ളത്, ഒരു സിംഗിൾ റെക്കോർഡേ ഉള്ളൂ എന്നുള്ളത്. ക്ലിയർ ആയോ? യൂണിറ്റ് നമ്പറിംഗ് പ്രൊവൈഡ്സ് ഒരു നമ്പറാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. The patient's total medical records is thus filled as a unit
in one folder under one number. ഇപ്പൊ നമുക്കറിയാം ഒരു ഫോൾഡർ മാത്രമേ ഇപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ അവർക്ക് ഒരു ഫോൾഡറെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ, ഒരു നമ്പർ ഒരു ഫോൾഡറേ ഉള്ളൂ. അവരുടെ എല്ലാ ഡീറ്റെയിൽസും ആ ഒരു ഫോൾഡറിൽ തന്നെയാണ് കയറി കിടക്കുകയുള്ളൂ. ഇപ്പോഴത്തെ നമ്പറിംഗ് സിസ്റ്റം ഏതാണ്? നമ്മുടെ ഇതാണോ സീരിയൽ നമ്പർ സിസ്റ്റം ആണോ? admission, no change. Okay, unit numbering system ആണ് അല്ലെ? അതാണ് നമ്മുടെ ഇതിൽ വരുന്നത്. ഇനി ഇതിലെ നമ്പർ ഇടുന്ന കാര്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്ന തരത്തിലാണ് സ്ട്രെയിറ്റ് നമ്പറിംഗ് ഫയലിംഗ് ഒന്ന് നോക്കാം. നമ്പറിംഗിന്റെ കാര്യത്തിൽ നോക്കാം. അപ്പൊ നമ്മൾ യൂണിറ്റ് റെക്കോർഡിന്റെ കാര്യം നമ്മൾ കണ്ടു. ഇനി നമ്പറിംഗ് ഫയലിംഗിന്റെ കാര്യത്തിൽ നോക്കാം. നമ്പർ ഇടൂല, നമുക്കൊരു നമ്പർ കിട്ടുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്പറിംഗ് ഫയലുകൾ എങ്ങനെയെന്ന് നോക്കാം. അതില് 2-3 നമ്പറിംഗ് ഫയലുകൾ ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് സ്ട്രെയിറ്റ് ന്യൂമറിക് ഫയലിംഗ് ആണ്. സെക്കൻഡ് വണ് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് ആണ്. ഓക്കെ, നമ്പർ എന്ന് പറയുന്നത് അഡ്മിഷൻ നമ്പർ. ഓക്കെ, അതെ. ഇനി മിഡിൽ ഡിജിറ്റ് ഫയലിംഗ് ആണ്. അതെങ്ങനെയാന്ന് നോക്കാം. സ്ട്രെയിറ്റ് ന്യൂമറിക് മീൻസ് ടു ദ ഫയലിംഗ് ഓഫ് റെക്കോർഡ്സ്. അല്ല, അവരുടെ നമ്പറിംഗ് അതാണ്, അവർക്ക് ഒരു റെക്കോർഡ് കൊടുക്കുന്നതിന്റെ നമ്പറാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നോക്കാം. സ്ട്രെയിറ്റ് ന്യൂമറിക് ഫയലിംഗ്. സ്ട്രെയിറ്റ് ന്യൂമറിക് മീൻസ് ടു ദ ഫയലിംഗ് ഓഫ് റെക്കോർഡ്സ് in accurate chronological order as per to medical record number. ഓക്കെ, അവിടെ നമുക്കറിയാം ഒരു ക്രമാനുസൃതമായിട്ടുള്ള ഒരു നമ്പർ സിസ്റ്റം തന്നെയാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. അതായത് നമുക്ക് അല്ലെ ഒരു കിട്ടുന്ന നമ്പർ അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, ഒരു ക്രമം ഉണ്ടായി ആ ഒരു രീതി അനുസരിച്ചിട്ടാണ് സ്ട്രെയിറ്റ് നമ്പർ സിസ്റ്റത്തിൽ വരുന്നത്. Here records consecutively numbered appear in sequence on the file shelves. The following 4 medical records would be filled as 1 2 3 4 1 2, 1 2 3 4 1 3, then 1 2 3 4 1 4, 1 2 3 4 1 5, etc. നമ്മുടെ എന്തെങ്കിലും ചേഞ്ചസ് നിങ്ങൾക്ക് ഫീൽ ചെയ്തോ? എന്തെങ്കിലും ചേഞ്ചസ് ഫീൽ ചെയ്തോ? ഉണ്ട്. എന്താണ് അവിടെ ഫീൽ ചെയ്ത ചേഞ്ചസ്? എന്താണ്? എവിടെയാണ് ചേഞ്ച് കാണപ്പെട്ടത്? ലാസ്റ്റ് നമ്പർ അല്ലെ? ലാസ്റ്റ് നമ്പർ ആണ് അവിടെ ചേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലെ? അവിടെ തുടർച്ചയായിട്ട് consecutively numbered appeared in a sequence of the file shelf in the following 4 medical record will be filled. അതായത് 4 അല്ലെ? ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ അവിടെ 1 2 1 3 1 4 1 5 അവിടെ മാറ്റം സംഭവിച്ചിരിക്കുന്നത് ലാസ്റ്റ് 2 ഡിജിറ്റ് ആണ്. ഓക്കെ, നോക്കാം. It is easy to pull any number of records consecutively numbered from the file or for any purpose. അപ്പൊ നമുക്ക് എന്താ ഇതിന്റെ പ്രത്യേകത? എന്താ, നമുക്ക് എങ്ങനെയെങ്കിലും വലിച്ചല്ലേ, നമുക്ക് ഫയൽ നോക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് തിരിച്ചു വലിച്ചിടുക അല്ലെ? നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എനി പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിലും അതിൽ നിന്ന് ചകഞ്ഞെടുക്കാനായിട്ട് എളുപ്പമാണ്. കാരണം എന്താണ്, ഈ നമ്പർ നമുക്കറിയാം. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം 6 ഡിജിറ്റ് നമ്പർ ആണ്. നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ അഡ്മിഷന്റെ സമയത്തൊക്കെ പറഞ്ഞിരുന്നു അല്ലെ? 6 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് മോസ്റ്റ്ലി വരിക. അവിടെ ആ ഡിജിറ്റില് ലാസ്റ്റ് നമ്പേഴ്സിലാണ് നമുക്ക് ചേഞ്ചസ് വരുന്നത് അല്ലെ? 1 2 1 3. അപ്പൊ നമുക്ക് പെട്ടെന്ന് സെർച്ച് ചെയ്യാനൊക്കെ ആയിട്ട് ആ ലാസ്റ്റ് ഡിജിറ്റ് നോക്കിയിട്ട് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കുമെന്നാണ്. നെക്സ്റ്റ് ഒരു നമ്പർ സിസ്റ്റം നോക്കാം. ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് ആണ്. അതിലെന്താ പറയുന്നത്? ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് ഈസ് സിമ്പിൾ ആൻഡ് എക്സാക്ട് ഫയലിംഗ് മെത്തേഡ്. അതൊരു യഥാർത്ഥ ഫയലിംഗ് മെത്തേഡ് ആണ്, സിമ്പിൾ ആണെന്നും പറയുന്നു. യൂഷ്വലി എ 6 ഡിജിറ്റ് നമ്പർ ഈസ് യൂസ്ഡ് ആൻഡ് ഡിവൈഡഡ് വിത്ത് എ hyphen into 3 parts. Each part generally contain 2 digits. അതായത് ഇവിടെ 6 ഡിജിറ്റ് നമ്പർ തന്നെയാണ്. അവിടെ വീണ്ടും അത് പാർട്ടായിട്ട് തിരിക്കുന്നുണ്ട്. എന്താണ്? 3 പാർട്ടായിട്ട് തിരിക്കുന്നത്. ഇവിടെ കണ്ട അറിയാം അല്ലെ? നമുക്ക് 3 പാർട്ടാണ്. 1 2 3 4 1 2 അല്ലെ? 3 പാർട്ടായിട്ടാണ് എല്ലാം തിരിക്കാനായിട്ട് സാധിക്കുന്നത്. അവിടെ നമ്മൾ എന്നിട്ട് കണ്ടിരുന്ന ലാസ്റ്റ് ഡിജിറ്റ് മാത്രം, ഒരു പാർട്ട് മാത്രമാണ് ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ നമ്പർ സിസ്റ്റത്തിന് മാറിയത്. ഇവിടെ 6 ഡിജിറ്റ് നമ്പർ തന്നെയാണ്. then 3 പാർട്ടായിട്ട് തിരിക്കാൻ പറ്റുന്നു.
ഓരോന്നിലും 2 എണ്ണം വീതമാണ് അല്ലെ ഡിജിറ്റ് ആയിട്ട് വരുന്നത്. The primary digits are the last 2 digits on the right hand side of the number. ഇവിടെ പ്രൈമറി ഡിജിറ്റ് എന്ന് പറയുന്ന ഇത് എന്താണ് ലാസ്റ്റ് ടൈമിൽ ആണ് വരുന്നത്. Then secondary digits are the middle digit. മിഡിലിൽ വരുന്ന ഡിജിറ്റുകളെയാണ് സെക്കൻഡറി ഡിജിറ്റ് എന്ന് പറയുന്നത്. And the tertiary digits are the first 2 TOW അല്ല TWO. First 2 on the left side of the number. Okay, അപ്പൊ ഒന്ന് മനസ്സിലാക്കിയെടുക്കുക. പ്രൈമറി ഡിജിറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് 2 ഡിജിറ്റ് ആണ്. then എന്താണ് വീണ്ടും പറയുന്നത്, അതായത് റൈറ്റ് സൈഡിൽ കാണുന്നതാണ്. സെക്കൻഡറി ഡിജിറ്റ് എന്ന് പറയുന്നത് മിഡിലിൽ കാണുന്നതാണ്. then ടെറിട്ടറി ഡിജിറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് കാണുന്ന 2 ഡിജിറ്റ് ആണ്. in the file the second tertiary digit alters with every record. അപ്പൊ അവിടെ എന്താണ് സെക്കൻഡ് ടെറിട്ടറി ഡിജിറ്റ് ആണ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത്. സ്ട്രേറ്റ് ലൈനിൽ നമ്മൾ കണ്ടു ലാസ്റ്റ് ഡിജിറ്റുകളാണ് മാറിക്കൊണ്ടിരുന്നത്. ഇവിടെ ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് സിസ്റ്റത്തിൽ ഏത് നമ്പറാണ് മാറിക്കൊണ്ടിരിക്കുന്നത്? സെക്കൻഡറി അല്ലെ. സെക്കൻഡ് ടെറിട്ടറി ഡിജിറ്റ് ആൾട്ടേഴ്സ് വിത്ത് എവറി റെക്കോർഡ്. നോക്കാം 1 2 3 4 5 6 1 2 1 3 3 4 5 6 1 4 3 4 5 6 1 5 3 4 5 6. ക്ലിയർ ആയോ? അതായത് ലാസ്റ്റ് 2 ഡിജിറ്റിനെ നമ്മൾ എന്താണ് പ്രൈമറി എന്ന് കൺസിഡർ ചെയ്യണം. നിങ്ങൾ വേണമെങ്കിൽ അതൊന്ന് മുകളിൽ എഴുതി വെച്ചേരാം, കാരണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും അല്ലെ. അപ്പൊ ഒന്ന് എഴുതി വെച്ചേരാം. ലാസ്റ്റ് ഡിജിറ്റിന്റെ മുകളിൽ പി എഴുതാം. പിന്നെ അതിന് മുന്നുള്ളത് എന്താണ് എസ് എന്ന് എഴുതാം. then എന്താണ് ടെറിഷറി എന്ന് പറയുന്നത് ഫസ്റ്റ് 2 ഡിജിറ്റ് ആണ്. ആ ഫസ്റ്റ് 2 ഡിജിറ്റ് ആണ് മാറിക്കൊണ്ടിരിക്കുന്നത്. then അവിടെ എന്താണ് പ്രൈമറി ആയിട്ടുള്ള ഡിജിറ്റ് അവിടെ തന്നെ അനങ്ങാതെ കിടക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് 2 ഡിജിറ്റ് ഞാൻ കണ്ടില്ല കേട്ടോ, മെസ്സേജ് അയച്ചു ജസ്റ്റ് നോക്കിലേക്കകത്തത്. ഫസ്റ്റ് 2 ഡിജിറ്റിന് നമ്മൾ ടെറിഷറി എന്നുള്ളതാണ് റെപ്രസെന്റ് ചെയ്ത് ടി കൊടുക്കാം. then 3 4 എന്ന് പറയുന്നത് സെക്കൻഡ് ഡിജിറ്റ് എന്നുള്ളതിൽ റെപ്രസെന്റ് ചെയ്യുക. then 5 6 എന്ന് പറയുന്നത് പ്രൈമറി ഡിജിറ്റ് എന്നുള്ളത് റെപ്രസെന്റ് ചെയ്യുക. അവിടെ പ്രൈമറി ഡിജിറ്റ് ഒരിക്കലും വേരിയേഷൻ സംഭവിക്കുന്നില്ല. then അതിൽ വരുന്നത് എന്താണ് ടെറിഷറി ഡിജിറ്റിലാണ് വേരിയേഷൻ വരുന്നത്. then മിഡിൽ ഡിജിറ്റ് ഫയലിംഗ്. ഇതിന്റെ പ്രത്യേകത പ്രൈമറി ഡിജിറ്റിനാണ് ഒട്ടും മാറ്റങ്ങൾ സംഭവിക്കാത്തത്. പ്രൈമറി ഡിജിറ്റ് ആണ് മാറ്റങ്ങൾ സംഭവിക്കാത്തത്. ടെറിഷറിക്കും സെക്കൻഡറിക്കൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. നമുക്ക് മിഡിൽ ഡിജിറ്റ് ഫയലിംഗും കൂടി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒന്നുകൂടി രൂപരേഖയാവും. അതെങ്ങനെയാ നോക്കാം. ഇറ്റ് ഈസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ്. ഇതെന്ന് പറയുന്നത് ഇങ്ങനെ അല്ലെ, ടെർമിനൽ ഡിജിറ്റ് ഫയലിന്റെ മറ്റൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. നോക്കാം. ഹിയർ ദ പ്രൈമറി സെക്കൻഡറി ആൻഡ് ടെറിഷറി ഡിജിറ്റ് ആർ ഇൻ ഡിഫറെന്റ് പൊസിഷൻ. അതായത് നമ്മൾ പറഞ്ഞ 6 ഡിജിറ്റ് നമ്പർ ആണ് ഇതിനും ഉള്ളത്. ഇതിലെ പ്രൈമറിയും സെക്കൻഡറിയും ടെറിഷറിക്കൊക്കെ ഒരു ചെറിയ പൊസിഷനിൽ വേരിയേഷൻ വരുന്നുണ്ട്. മിഡിൽ പാർട്സ് ഓഫ് ദ ഡിജിറ്റ്സ് ആർ ദ പ്രൈമറി ഡിജിറ്റ്സ്. ഇതാണ് അവിടെ മിഡിൽ പാർട്സ് ആണ് പ്രൈമറി ഡിജിറ്റ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, പ്രൈമറി ഡിജിറ്റ് ആയിട്ട് വരുന്നത് അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. ഫസ്റ്റ് 2 ഡിജിറ്റിന് സെക്കൻഡറി. ഇത് ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇന്നലെ ചിലപ്പോഴെങ്കിലും ഈ ഒരു നമ്പറുകൾ വേരിയേഷൻ കാണിക്കുമ്പോൾ അത് ടെറിഷറി ആണോ എന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ എന്താണ് ടെർമിനൽ ഡിജിറ്റ് സിസ്റ്റത്തിൽ നമുക്കറിയാം പ്രൈമറി ആയിട്ട് വരുന്നത് മാറ്റം വരുന്നില്ല അല്ലെ. ഇതിനാ അവിടെ മാറ്റം വരുന്നത് 12നും 13നും 14നും ഒക്കെയാണ്. അതേസമയം മിഡിൽ ഡിജിറ്റിൽ നിങ്ങൾ നോക്കിയാൽ അവിടെ സെക്കൻഡിൽ വരുന്നതിന് യാതൊരു മാറ്റം വരുന്നില്ല. പക്ഷെ ഫസ്റ്റിനും ലാസ്റ്റിനും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, പ്രൈമറി ഡിജിറ്റുകൾ ഒരിക്കലും മാറില്ല എന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരിക. ദെൻ ആ ഫോമാറ്റ് ഒന്ന് ജസ്റ്റ് മനസ്സിലേക്ക് കൊണ്ടുവരാം ആദ്യം അല്ലെ. ആ ഒരു ടെർമിനൽ ഡിജിറ്റ് സിസ്റ്റത്തിലെ ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രൈമറി, അതായത് ലാസ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് നോക്കുകയാണെങ്കിൽ എന്താണ് അതിന്റെ മുകളിൽ പി കൊടുക്കാം, അതിന്റെ ഇപ്പൊ നടുക്ക് തന്നെ എസ് കൊടുക്കാം, ഫസ്റ്റിൽ നമുക്ക് ടി കൊടുക്കാം. അപ്പൊ ടെറിഷറിക്കാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്.
ദെൻ വീണ്ടും മിഡിൽ ഡിജിറ്റ് നമ്പറിംഗ് സിസ്റ്റത്തിൽ നിങ്ങൾക്ക് നോക്കാം. എന്താണ് ആ എക്സാമ്പിൾ നോക്കിയാൽ അറിയാൻ പറ്റും. 46, 68, 96 അല്ലെ. അപ്പോ 68 ഏത് ഡിജിറ്റ് നമ്പർ ആയിരിക്കും? ഇവിടെ 68 ഒന്നും മാറ്റം സംഭവിച്ചിട്ടില്ല. അപ്പൊ ഏത് ഡിജിറ്റ് ആയിരിക്കും? ഏതിനാ മാറ്റം സംഭവിക്കില്ല എന്ന് ഞാൻ പറഞ്ഞത്? പ്രൈമറി. അപ്പൊ 68 എന്തായിരിക്കും? പ്രൈമറി ഡിജിറ്റ് ആയിരിക്കും. പ്രൈമറിക്ക് ചേഞ്ച് ഇല്ല. പ്രൈമറി ഡിജിറ്റിന് ചേഞ്ച് ഇല്ല. അപ്പൊ 68 എന്താണ്? പ്രൈമറി ഡിജിറ്റ് ആയിരിക്കും. ഓക്കെ, നടുക്ക് കൊണ്ടുവന്ന് പ്രൈമറി ഡിജിറ്റ് കൊടുക്കാം. സെക്കൻഡറി ഡിജിറ്റ് ആണ് ഫസ്റ്റ് കിടക്കുന്നത്. സെക്കൻഡറി ഡിജിറ്റിന് ചേഞ്ച് വരുന്നുണ്ട്. 46 എല്ലായിടത്തും 46 അല്ല. അവിടെ നോക്കാം, ടെർഷ്യറിക്കാണ് ആദ്യം ചേഞ്ച് വരുന്നത് അല്ലെ. നമ്മൾ കണ്ടായിരുന്നു അല്ലെ, ഫസ്റ്റ്ലി നമ്മൾ കണ്ടായിരുന്നു. 12 13 ആയി, 13 14 ആയി, പിന്നെ 15 ആയി. അതില് അത് ഏതിനാണ് ആ മാറ്റം വന്നത്? ടെർഷ്യറിക്ക്. ടെർഷ്യറിയാണ് എപ്പോഴും മാറ്റങ്ങൾക്ക് വിധേയമാകുന്നത്. അപ്പൊ ഏതായിരിക്കും ഇവിടുത്തെ ടെർഷ്യറി? ഏതായിരിക്കും ആദ്യം മാറ്റങ്ങൾക്ക് വിധേയമാകുന്നത്? ഇവിടുത്തെ മിഡിൽ ഡിജിറ്റിൽ. ഓക്കെ, 96. അപ്പൊ ആ ഭാഗത്തിനാണ് ടെർഷ്യറി വരുന്നത്. ഓക്കെ, 96, 97, ഓക്കെ 98 അങ്ങനെയാണ് അത് പോകുന്നത് അല്ലെ. അപ്പൊ അതിനാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അപ്പൊ അതാണ് ടെർഷ്യറി വിഭാഗത്തിൽ പെടുന്നത്. ദെൻ 68 എന്നുള്ളത് മാറ്റം ഇല്ലാത്തതാണ്. അപ്പൊ നമുക്കറിയാം എന്താണെന്നത്? പ്രൈമറി ഡിജിറ്റ് ആണ്. ദെൻ ഫസ്റ്റ്ലി കാണുന്നതാണ് 46 അല്ലെ. ഫസ്റ്റ്ലി കാണുന്ന 46 അതാണ് സെക്കൻഡറി ഡിജിറ്റ് ആയിട്ട്. ആദ്യം മാറ്റം സംഭവിക്കുന്നത് ടെർഷ്യറിക്കാണ്. പ്രൈമറി ഡിജിറ്റിന് മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല. പിന്നെ അല്ലെ ആദ്യത്തെ മാറ്റങ്ങൾക്ക് ശേഷം വരുന്ന മാറ്റം വരുന്നതാണ് സെക്കൻഡറി. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആ ഒരു ഫോം എന്ന് പറയുന്നത് എന്താണ്? 46 എന്ന് പറയുന്നത് സെക്കൻഡറി ആണ്. 68 എന്ന് പറയുന്നത് പ്രൈമറി ഡിജിറ്റ് ആണ്. 96 എന്ന് പറയുന്നത് ടെർഷ്യറി ആണ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ടെർഷ്യറിക്കാണ് ആദ്യം മാറ്റങ്ങൾ സംഭവിക്കുന്നത്, സെക്കൻഡറിക്ക് സെക്കൻഡ് ആയിട്ട് അല്ലെ. ഓക്കെ, അപ്പൊ അതിന്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി. നിങ്ങൾക്ക് അത് എന്താണ് കൺഫ്യൂഷൻ ഇല്ലാതെ പഠിക്കാൻ പറ്റും. എന്താണ് ഓരോ ഡിജിറ്റിന്റെ മുകളിൽ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ കൊടുക്കുക. ഇവിടെ 46ന്റെ മുകളിൽ എന്ത് സിമ്പിൾ കൊടുക്കേണ്ടത്? ഏത് ലെറ്ററാ കൊടുക്കേണ്ടത് വരാ? ഓക്കെ, യെസ്. 68ന്റെ മേലെയോ? പി. ഗുഡ്, എല്ലാവരും ഓക്കെ ആയി. 96ന്റെ മേലെയോ? ടി. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? അപ്പൊ ലാസ്റ്റ് കിടക്കുന്ന നമ്പേഴ്സുകൾക്കാണ് വേരിയേഷൻ വരുന്നത്. ഇപ്പൊ നമുക്കിവിടെ അറിയാം 99 വന്നു അല്ലെ. അപ്പൊ വേരിയേഷൻ വന്നപ്പോ പിന്നെ 47ലേക്കാ വരുന്നത്. അപ്പൊ നമ്മൾ എന്തായാലും സെക്കൻഡറിയിലേക്കാണ് വേരിയേഷൻ വന്നത്. 4700, 4701. ഇനി അതിങ്ങനെ 9 വരെ ആവുമ്പോ വീണ്ടും ഇവിടെ 4801. പക്ഷെ മാറ്റമില്ലാതെ അവിടെ എന്തുണ്ടാവും? 68 അവിടെ കിടക്കുന്നു. ഓക്കെ, ക്ലിയർ ആയോ? അതാണ് ആ നമ്പർ സിസ്റ്റം. ജസ്റ്റ് ആ നമ്പർ സിസ്റ്റം ഒന്ന് നോക്കിയേ. എന്തെങ്കിലൊക്കെ എഴുതി വെച്ച് പിടിപ്പിക്കാനുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കി വെച്ചേരെ. ഓക്കെ ആണോ? ആയോ? ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഫോർമാറ്റ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ആണ്.
അപ്പൊ അതിന്റെ ആ ഒരു ഫോമാറ്റ് എങ്ങനെയാണ് രൂപീകരിക്കുക എന്ന് നോക്കാം. ടൈപ്പ് ഓഫ് ഫോർമാറ്റ്സ് ഉണ്ട്. സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് ഉണ്ട്. സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്, then problem oriented medical record, then integrated medical record. നോക്കാം, 3 റെക്കോർഡുകളെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നുണ്ട്. സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്, പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്, ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്. നോക്കാം, മെഡിക്കൽ റെക്കോർഡ് ഈസ് അറേഞ്ച്ഡ് ഇൻ സെക്ഷൻസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പേഷ്യൻസ് കെയർ ഡിപ്പാർട്ട്മെന്റ്സ് വിച്ച് പ്രൊവൈഡ് ദ കെയർ ആൻഡ് ദ ഡാറ്റ. അതായത് പരിചരണയും ഡാറ്റയും അല്ലെ, അതൊക്കെ പേഷ്യന്റിന്റെ ഡിപ്പാർട്ട്മെന്റുകൾക്ക് അനുസൃതമായിട്ടാണ് സൂക്ഷിക്കണമെങ്കിൽ. ഇന്ന ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ കാർഡിയോളജി വിഭാഗത്തില് ആ ഡിപ്പാർട്ട്മെന്റിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിലാണ് ഈ വ്യക്തിക്ക് പരിചരണങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ ആ ഒരു വിഭാഗത്തിന്റെ റെക്കോർഡിലാണ് ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ കുറച്ച് പ്രത്യേകത, കുറച്ച് മിസ്റ്റേക്കുകൾ ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാത്തും അങ്ങനെ ഒരു കറക്ഷൻ ചെയ്യാനുണ്ട്. അതായത് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ ഒരു ഇതാണ് എന്താണ് അതിനെ കുറിച്ചിട്ടുള്ള മാറ്റേഴ്സ് ആണ് ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത്. 3 ഫോമാറ്റ് ആണ് ഉള്ളത്. സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡും, പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡും, ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡും. അത് 3 ഒക്കെ ആയോ? എത്ര തരത്തിലുള്ള ഫോമാറ്റ് ആണെന്നുള്ള കാര്യം ഒക്കെ ആയോ? ഓക്കെ. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്നുള്ളതാണ് അല്ലെ. ആ സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ കാര്യങ്ങളാണ് ഇനി പറഞ്ഞു തുടങ്ങുന്നത്. പോയിന്റ് അല്ല, ഇതിന്റെ കൂട്ടത്തിലുള്ള പോയിന്റ് അല്ല, സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് ആണ്. അതിലെന്താ പറയുന്നത്? മെഡിക്കൽ റെക്കോർഡ്സ് ഈസ് അറേഞ്ച്ഡ് ഇൻ സെക്ഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദ പേഷ്യന്റ് കെയർ ഡിപ്പാർട്ട്മെന്റ്സ് വിച്ച് പ്രൊവൈഡ് ദ കെയർ ആൻഡ് ദ ഡാറ്റ. അതായത് ഒരു ഡിപ്പാർട്ട്മെന്റിലെ കെയറുമായിട്ട് പേഷ്യന്റിന്റെ വരികയാണെങ്കിൽ അവിടെയുള്ള ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ഡാറ്റകളെല്ലാം അവിടെ തന്നെയാണ് സൂക്ഷിക്കുന്നത്. ഹെൻസ് ദ നെയിം സോഴ്സ് ഓറിയന്റഡ് MR. അതുകൊണ്ടാണ് അതിനെ എന്താ പറയുന്നത്, സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. ഫോംസ് ആർ ഓർഗനൈസ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ടു ഡേറ്റ്. നമുക്കറിയാം ഒരു ഡേറ്റ് അനുസരിച്ചിട്ടാണ് അല്ലെ ഇതെല്ലാം കൈകാര്യം ചെയ്ത്. യൂഷ്വലി ദ റെക്കോർഡ് ഈസ് അറേഞ്ച്ഡ് ഇൻ റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ അറ്റ് ദ നഴ്സ് സ്റ്റേഷൻ. അതായത് നമുക്കിപ്പോ അടുത്തൊരു ഇതിലേക്ക് വരികയാണെങ്കിൽ അല്ലെ, അതിനെ എന്താ പറയുന്നത്, ഓരോ ഡേറ്റിന് അനുസൃതമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നത്. അതായത് റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുമ്പോൾ എന്താണ്, അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ അല്ലെ റിവേഴ്സ് ആയിട്ട്, നമുക്ക് ക്രമാനുസൃതമായിട്ടല്ലാത്ത രീതിയിലൊക്കെയാണ് അറേഞ്ച് ചെയ്യുന്നത്. അതായത് നെക്സ്റ്റ് വീണ്ടും നോക്കാം. സോ ദ മോസ്റ്റ് ഇൻഫോർമേഷൻ ഈസ് ദ ഫ്രണ്ട് ആൻഡ് ഓൾഡസ്റ്റ് ഇൻഫോർമേഷൻ ഈസ് ദ ബാക്ക് ഓഫ് ഈച്ച് സെക്ഷൻ. നമുക്കറിയാം എന്താണ് ആദ്യം അല്ലെ അവസാനം വരുന്ന കാര്യങ്ങൾ. സോ മോസ്റ്റ് ഇൻഫോർമേഷൻ ഈസ് അറ്റ് ദ ഫ്രണ്ട് ആൻഡ് ഓൾഡസ്റ്റ് ഇൻഫോർമേഷൻ അല്ലെ. ആദ്യം കാണുന്ന ഇൻഫോർമേഷൻസ് ഒക്കെ എന്തായിരിക്കും, അത് ഈച്ച് സെക്ഷന്റെ ബാക്കിലായിരിക്കും. പിന്നെന്താണ്, ഇപ്പോ നിലവിൽ കാണുന്ന ഇൻഫോർമേഷൻസ് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലായിരിക്കും. സോ ദ മോസ്റ്റ് ഇൻഫോർമേഷൻ ഈസ് അറ്റ് ദ ഫ്രണ്ട് ആൻഡ് ഓൾഡസ്റ്റ് ഇൻഫോർമേഷൻ ഈസ് അറ്റ് ദ ബാക്ക് ഓഫ് ഈച്ച് സെക്ഷൻ. റെക്കോർഡ് ഈസ് റെക്കഗ്നൈസ്ഡ് ആഫ്റ്റർ ദ പേഷ്യന്റ് ഈസ് ഡിസ്ചാർജ്. എന്നിട്ട് എന്താ ചെയ്യുക, ഡിസ്ചാർജിന് ശേഷം എന്താണ് അതെല്ലാം കൂടി കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കൂട്ടിച്ചേർക്കുക എന്നുള്ള ഒരു കാര്യം വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ഇത് തുടങ്ങി ഇന്റഗ്രേറ്റഡ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡിലേക്ക് വരുന്നത്. അതായത് ഫോംസ് ആർ ഓർഗനൈസ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ടു ഡേറ്റ്. ഫോമുകളെല്ലാം ഓരോ ഇതിനനുസരിച്ചിട്ട് തന്നെ കൊടുക്കുന്നു. ദെൻ എന്താണ് അത് അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്, ആദ്യം കാണുന്ന ഡീറ്റെയിൽസ് എല്ലാം താഴേക്ക് റെക്കോർഡ് ചെയ്യുന്നു. വീണ്ടും ഇപ്പൊ പുതിയത് എന്താണ് മേലെ വരുന്നു. ദെൻ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം ഇതെല്ലാം എന്താണ് ക്രമപ്പെടുത്തുന്നു. അത് എല്ലാം കൂടി കൂട്ടിച്ചേർക്കുന്നു. ഡേറ്റും കാര്യങ്ങളൊക്കെ വെച്ച് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇന്റഗ്രേറ്റഡ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. മറ്റേത് നമ്മൾ കണ്ടു എല്ലാ കാര്യങ്ങളൊക്കെ ആ ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആ ഡിപ്പാർട്ട്മെന്റ് തന്നെയായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡിൽ പറയുന്നത്. ആ ഒരു ഇതിന്റെ ക്ലിയർ ആയോ? ഞാൻ കുറച്ച് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പറയുന്നുണ്ട്.
പിന്നെ അവിടെ അത് മാത്രമല്ല ഒരു വേരിയേഷനും കൂടെ വന്നേക്കുന്നത്, നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ് നോക്കട്ടെ. ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സിന്റെ കുറച്ച് ഡീറ്റെയിൽസ് എന്താണ് വന്നേക്കുന്നത് ഇവിടെയാണ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഓക്കെ, അത് അതിൻ്റെതായ രീതിയിൽ തന്നെ നമുക്ക് കവർ ചെയ്ത് പോകാം. അപ്പൊ എന്താണ് ഇവിടെ നമുക്ക് നോക്കി വന്നേക്കുന്നത് എന്താണ്, നമ്മുടെ എന്താണ് ഈ ഒരു എന്താണ് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡും ഇന്റഗ്രേറ്റഡ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡും. ഇതുവരെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയിട്ട് നിങ്ങളൊന്ന് ഹെഡിങ് ഒക്കെ ഒന്ന് കൊടുത്തേക്ക്. എന്താണ് ഇവിടെ സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് കൊടുക്കാം. ദെൻ എന്താണ് ഇന്റഗ്രേറ്റഡ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് തരാം, നിങ്ങളൊന്ന് അതൊന്ന് ക്ലാരിഫൈ ചെയ്ത് തരാം. അതായത് സോഴ്സ് 3 തരത്തിലുള്ള ഫോമാറ്റ് ആണ് ഉള്ളത്. കൊടുക്കാം, 3 തരത്തിലുള്ള ഫോമാറ്റ് ആണ് ഉള്ളത്. സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്, പ്രോബ്ലംസ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്, ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്. അത് ക്ലിയർ ആയോ? ഓക്കെ ആയില്ലേ? ഇനി സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്ന 2 പോയിന്റ്. അതൊക്കെ ആയോ? ഓക്കെ, ഇവിടെ MR എന്ന് സ്റ്റാൻഡ് ചെയ്തേക്കുന്നത് എന്താണ്, മെഡിക്കൽ റെക്കോർഡ് കേട്ടോ. ഹെൻസ് ഇത് നെയിം സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. ദെൻ നെക്സ്റ്റ് എന്താണ് അടുത്തത്, ഫോംസ് ആർ ഓർഗനൈസ്ഡ് എന്ന് തുടങ്ങി എന്താണ് നമ്മുടെ പേഷ്യൻസ് ഡിസ്ചാർജ് വരെയുള്ളതാണ് ഇന്റഗ്രേറ്റഡ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. ഇതാണ് ഇന്റഗ്രേറ്റഡ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. ഇന്റഗ്രേറ്റഡ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് ക്ലിയർ ആയോ? ഓക്കെ ആയോ? ഓക്കെ, ഇനി നമുക്കുള്ളതാണ് അഡ്വാൻറ്റേജസ് ഓഫ് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. അപ്പൊ നമ്മൾ ഇവിടെ പറയാത്തൊരു പോയിന്റ് ഉണ്ട് കേട്ടോ, എന്താണ് പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് അല്ലെ. പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, അതിവിടെ കിടപ്പുണ്ട്. പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് ഇവിടെ കിടപ്പുണ്ട്, അതവിടെ കിടക്കട്ടെ. എന്താണ് പിന്നെ എന്താണ് ഇവിടെ വീണ്ടും ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സിനെ കുറിച്ചിട്ട്. ഓക്കെ, അപ്പൊ നമ്മള് അത്രയും വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആ ഒരു അത്രയും പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നമുക്ക് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇന്റഗ്രേറ്റഡിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ഇതുവരെയും എന്തെങ്കിലുമൊക്കെ കറക്ഷൻ വരുത്താനുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വരുത്തിയേരെ.
കിട്ടിയോ? ഓക്കെ അല്ലേ? കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് അതിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം. എന്താണ് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ അഡ്വാൻറ്റേജസ് നോക്കാലോ. ഡിസ്അഡ്വാൻറ്റേജസും കൂടി ഇരിക്കാം, അതിനുള്ള സമയമുണ്ട്. എടുത്തോട്ടെ. എന്താണ് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡിൽ നമ്മൾ പറഞ്ഞു ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് അല്ലെ എല്ലാ കാര്യങ്ങളും അത് കേന്ദ്രീകൃതമാക്കി കൈകാര്യം ചെയ്ത് സൂക്ഷിക്കുന്നത്. അപ്പൊ നമുക്കറിയാം അങ്ങനെ വരുമ്പോഴെന്താണ് പെട്ടെന്ന് തന്നെ ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കണ്ടെത്തിയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും അല്ലെ. ഓർഗനൈസ് റിപ്പോർട്ട്സ് ഫ്രം ഈച്ച് സോഴ്സ് ടുഗദർ making it easy to decide the assessment, treatments and observation a particular department provider. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വിലയിരുത്താനും ട്രീറ്റ്മെന്റ് കൊടുക്കാനും നിരീക്ഷണമൊക്കെ നടത്താനൊക്കെ ആയിട്ട് എളുപ്പമായിരിക്കും അല്ലെ. ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ മാത്രമാണ് റെക്കോർഡുകളെല്ലാം കൈകാര്യം ചെയ്തു പോകുന്നതെങ്കിൽ. ഓക്കെ, അതാണ് SOMRന്റെ ഒരു സവിശേഷമായിട്ടുള്ള അഡ്വാൻറ്റേജ്. ഓക്കെ, ആ ഒരു ഷോർട്ട് ഫോം ഒക്കെ നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിച്ചു വെക്കുക കേട്ടോ. സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്, അതാണ് SOMR എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. ഓക്കെ, ഇത് എന്താ പറയുന്നത്, കണ്ടിന്യൂ ചെയ്തോട്ടെ. ഡിസഡ്വാൻറ്റേജസ് പറയാം. SOMR കിട്ടിയില്ലേ നിങ്ങള്? ഞാൻ കൃത്യമായിട്ട് തന്നെ ഇവിടെ പറയുന്നുണ്ട് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്നാണ്. സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത് മെഡിക്കൽ റെക്കോർഡ് ഈസ് അറേഞ്ച്ഡ് ഇൻ സെക്ഷൻസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പേഷ്യന്റ് കെയർ ഡിപ്പാർട്ട്മെന്റ്സ് വിച്ച് പ്രൊവൈഡ് ദ കെയർ ആൻഡ് ദ ഡാറ്റ. അതായത് ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ ഇവർക്ക് കെയർ കൊടുക്കുന്നത് അവിടെ തന്നെ എല്ലാ തരത്തിലുള്ള റെക്കോർഡുകളും സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ അത് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡാണ്. കിട്ടിയോ? ഓക്കെ, അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ആ ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ വിലയിരുത്താനും ട്രീറ്റ്മെന്റ് കൊടുക്കാനും അല്ലെ എന്തെങ്കിലും ഇടയ്ക്കൊന്നും പോയി നിരീക്ഷിക്കാനൊക്കെ ആയിട്ട് എളുപ്പമാണ് എന്നുള്ളത്. അതാണ് അതിന്റെ അഡ്വാൻറ്റേജ് പറയുന്നത്. ഇനി ഡിസഡ്വാൻറ്റേജ് നോക്കാം. എന്താ ഡിസഡ്വാൻറ്റേജിൽ പറയുന്നത്? Not possible to rapidly decide all the patient's problems and treatment being given for the patient at a given time, as the data from the different departments are arranged in a section and not in accordance with the problems of the patient or integrated in time sequence. അതായത് ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ അവരുടെ എല്ലാ ട്രീറ്റ്മെന്റും കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. Not possible rapidly decide all the patient's problem. എല്ലാ പ്രോബ്ലം അല്ലെ ആ പേഷ്യന്റിൻ്റെതായിട്ടുള്ള എല്ലാ പ്രോബ്ലം വളരെ പെട്ടെന്ന് തന്നെ അവിടെ കൈകാര്യം ചെയ്ത് കൊടുക്കാനായിട്ട് ട്രീറ്റ്മെന്റ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഗിവൺ ഫോർ ദ പേഷ്യന്റ് അറ്റ് ഗിവൺ ടൈം, ഉള്ള സമയം കൊണ്ട് തന്നെ പേഷ്യന്റിന് എല്ലാ ട്രീറ്റ്മെന്റും കാര്യങ്ങളും കൊടുക്കാൻ പറ്റില്ല. As the data from different departments are arranged in a section and not in accordance with the problems of the patient in integrated in the time sequence. അതായത് നമുക്ക് വ്യത്യസ്ത, നമുക്കറിയാം ഇപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെ, നമ്മൾ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലെ. അപ്പൊ ഒരു കാർഡിയോളജി വിഭാഗത്തിൽ തന്നെ എല്ലാരും കേന്ദ്രീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സജ്ജീകരണങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. വേണ്ടി വരില്ലേ? വേണ്ടി വരുമോ? ഉണ്ടാവണം അല്ലെ. അതല്ലെങ്കിൽ നമുക്കറിയാം എല്ലാത്തിനും കൂടി ചില വിഭാഗങ്ങളൊക്കെ കേന്ദ്രീകരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പോയി കളക്ട് ചെയ്യേണ്ടതുണ്ടാവും അല്ലെ. കാരണം ഇവിടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. മറ്റൊരു ഡിപ്പാർട്ട്മെന്റിന്റെയും കൂടിയും ആവശ്യത്തിനുള്ള സംഭവങ്ങളാണ് എന്താണ് ചില കാര്യങ്ങൾ. ഇപ്പൊ എന്തെങ്കിലും ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള സ്കാനിങ്ങോ എക്സ്റേയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലെ, അങ്ങനെയൊക്കെ വേറൊരു ഡിപ്പാർട്ട്മെന്റിനോടൊപ്പമാണ് പ്രവർത്തിക്കണമെങ്കിൽ അവിടെ പോയി ചെയ്യേണ്ടതായിട്ട് വരില്ലേ? വരുമോ?
വരും അല്ലെ? അങ്ങനെയുള്ള കാര്യം അല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് അങ്ങനെ പോയി ചെയ്യേണ്ട വരും. അവിടെ ഇന്റഗ്രേഷന്റെ ആവശ്യമുണ്ട് അല്ലെ? ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കൂടി ഈ വ്യക്തിക്ക് എന്താണ് കൂട്ടിച്ചേർക്കേണ്ട കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അപ്പൊ അതൊരു ഡിസഡ്വാൻറ്റേജസ് ആണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, നമുക്ക് ഇതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നും കൂടി റിവൈസ് ചെയ്ത് തുടങ്ങാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി ക്യാച്ച് ചെയ്യാൻ സാധിക്കും. കുറച്ചും കൂടി ഉള്ളൂ, നമുക്ക് അധികം എടുക്കാനില്ല. ഇതൊന്നും അടുത്ത ക്ലാസ്സോടുകൂടി നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് അവസാനിക്കും. അത്രേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. അപ്പൊ ആ കൂട്ടത്തില് ഒന്നും കൂടി റിവൈസ് ചെയ്യാം. എന്തായാലും ഈ ഒരു ഇതുകൾ അല്ലെ 3 ഫോമുകൾ ഒന്ന് പഠിച്ചു വെച്ചാല് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്, പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്, ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്. ഓക്കെ, അപ്പൊ ഈ കറക്ഷൻ ഒക്കെ നിങ്ങൾ എന്തായാലും ചെയ്തിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിലാവുമ്പോൾ നിങ്ങൾക്കൊന്ന് വായിച്ച് ചെയ്യുമ്പോൾ ഒരു രൂപരേഖയൊക്കെ കിട്ടും. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.